കാമരാജാബാദ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമുക്കിന്ന് TRC കാർഡ് വാങ്ങിക്കാൻ പോകാം. TRC കാർഡ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ടെമ്പററി റെസിഡൻസ് കാർഡാണ്. അതുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എനിക്ക് ഒരു വർഷം ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു പെർമിറ്റാണത്. അത് കഴിയുമ്പോൾ അത് നമ്മൾ പുതുക്കണം. അതിപ്പോൾ എൻ്റെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ചാണ് പുതുക്കുക. അപ്പം നമ്മളത് വാങ്ങിക്കാൻ പോവാണ്. ഇവിടെ ചെറി ബ്ലോസം ഒക്കെ ഉണ്ട് ഗൈസ്. ഇപ്പോൾ സ്പ്രിങ് ഒക്കെ ആയതുകൊണ്ട് നല്ല രസമാണ് കാണാൻ. നമുക്ക് അപ്പുറത്തെ സൈഡിലെ ബസ്സിൽ നിന്നൊക്കെ വരേണ്ടത്. അപ്പം നമ്മൾ ആ സൈഡിലേക്ക് പോകണം. പൊതുവേ സീബ്ര ക്രോസ് വഴി പോവുക, പക്ഷേ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഈ തുരങ്കം വഴിയാണ് പോവുക. ഒരു ചെറിയ തുരങ്കം. അപ്പോൾ ഇവിടുന്ന് കയറിയിട്ട് അപ്പുറത്തിറങ്ങാം. അങ്ങനെ ബസ്സൊക്കെ വന്നു. ബസ്സിലൊക്കെ കയറി. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഒരിടത്തോട്ട് ഞാൻ തന്നെ പോകത്തില്ലായിരുന്നു. ഒന്നെങ്കിൽ ഞാൻ അമ്മയുടെ കൂടെ പോകും, അല്ല അനിയൻ്റെ കൂടെ പോകും, അല്ലെ അപ്പയുടെ കൂടെ പോകും, ആരുടെയിലൊക്കെ കൂടെ പോകും. തന്നെ ഒരിടത്ത് ഞാൻ പോകില്ലായിരുന്നു. ഇപ്പം എല്ലായിടത്തും തന്നെയാണ് പോകുന്നത്. അതിപ്പം ഞാൻ പോയില്ലെങ്കിൽ വേറെ ആരും എനിക്ക് ചെയ്തു തരാനില്ല. അതുകൊണ്ട് ഞാൻ പോകും. അങ്ങനെയാണ് ചെയ്യുക. ഇപ്പം എന്തു പറയാനാ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റോപ്പിലെത്തി. അത് കഴിഞ്ഞ് നടന്നു പോകണം. കുറച്ച് ദൂരമുണ്ട്. പക്ഷേ നല്ല സ്ഥലമാണ് ഇവിടെ. അത് കാരണം നമുക്കിങ്ങനെ കണ്ട് ബോറടിക്കില്ല. ആർക്കിടെക്ചറൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ നമ്മൾ മീൻ മാർക്കറ്റിൽ മീൻ വിൽക്കണമല്ലോ പൂ വിൽക്കുന്നത്. ആദായ വിൽപ്പന എന്നൊക്കെ പറഞ്ഞ് വിൽക്കണം. ഇതാണ് ഗൈസ് ജസ്റ്റിസ് ഹൗസ്. ഇവിടെയാണ് നമ്മൾ യൂഷ്വലി ഒഫീഷ്യലായിട്ടുള്ള എന്താ ആവശ്യങ്ങൾക്കും പോയി അന്വേഷിക്കുക. അങ്ങനെ കാർഡൊക്കെ വാങ്ങിച്ചു. നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പുറത്ത് ഒരു ചേട്ടൻ ഒന്ന് പാട്ട് പാടുന്നുണ്ട്. സൂം ചെയ്യാൻ നോക്കിയപ്പോൾ കുറേ കാർ വന്നു. അതാണ് പിന്നെ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ച്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. ബസ്സിലൊക്കെ കയറി. ഇവിടെയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഗാർഡനും പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പ്രിംഗ് സീസണൊക്കെ ശരിക്കും പുഷ്ടിച്ച് കഴിയുമ്പോഴത്തേനും ഈ സ്പേസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ എല്ലാം ഒരു ഓൾഡ് വിൻറ്റേജ് ടൈപ്പാണ് ഇവിടുത്തെ ബിൽഡിങ്സും കാര്യങ്ങളുമൊക്കെ. അങ്ങനെ ഞാൻ എൻ്റെ ഹോസ്റ്റലിലെത്തി. ഈ വഴിയാണ് എൻ്റെ ഹോസ്റ്റലിലേക്ക് പോവുക. അപ്പോൾ ഓക്കെ, ഇനി പിന്നെ ഒരു ദിവസം കാണാം. ബൈ.